Hello everyone, welcome to Ammo's lecture room. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇക്വിറ്റി ഷെയർസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. ഇവ രണ്ടും ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഓണർഷിപ്പ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇനി നമുക്ക് ഇക്വിറ്റി ഷെയർസിനെ പറ്റി പ്രിഫറൻസ് ഷെയർസിനെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇക്വിറ്റി ഷെയർസിനെ ഓർഡിനറി ഷെയർസ് എന്നും പറയും. ഇക്വിറ്റി ഷെയർസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു കമ്പനിയുടെ ഓണർഷിപ്പിനെയാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയുടെ ലീഗൽ ഓണേഴ്സ് ആണ്. ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് വഴി റേസ് ചെയ്യുന്ന ക്യാപിറ്റലിനെ ഓണേഴ്സ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓണേഴ്സ് ഫണ്ട് എന്നാണ് പറയുന്നത്. കമ്പനിയുടെ ഏർണിങ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നത്. അവർക്കൊരു ഫിക്സഡ് ഡിവിഡൻഡ് അല്ല. ക്രെഡിറ്റേഴ്സിനും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുമൊക്കെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷമായിരിക്കും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിവിഡൻഡ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഇവരെ ഒരു കമ്പനിയുടെ റെസിഡ്യൂവൽ ഓണേഴ്സ് എന്നാണ് പറയുന്നത്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. ആ വോട്ടിംഗ് റൈറ്റ് വെച്ചുകൊണ്ട് അവർക്ക് കമ്പനിയുടെ മാനേജ്മെന്റിൽ പങ്കാളികളാകാം. ഇനി നമുക്ക് ഫോംസ് ഓഫ് ഇക്വിറ്റി ഷെയർ നോക്കാം. ഒന്നാമത്തെയാണ് ഇക്വിറ്റി ഷെയർസ് വിത്ത് ഡിറ്റാച്ചബിൾ വാറന്റ്. ഇക്വിറ്റി ഷെയർസ് വിത്ത് ഡിറ്റാച്ചബിൾ വാറന്റ്സ് ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിന് ഒരു അപ്പോയിന്റഡ് ഡേറ്റിൽ നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന പ്രൈസിൽ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസിന് അപ്ലൈ ചെയ്യാൻ എലിജിബിലിറ്റി ഉണ്ട്. ഈ വാറന്റ്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യുന്നതും ട്രേഡ് ചെയ്യുന്നതും സെപ്പറേറ്റ് ആയിട്ടാണ്. അടുത്ത ഒരു ടൈപ്പാണ് ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ്. ഈ ഒരു കാറ്റഗറി ഓഫ് ഷെയർ ഹോൾഡേഴ്സിന് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ് നൽകും. അതായത് സാധാരണയായിട്ടുള്ള ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിനേക്കാളും സുപ്പീരിയർ വോട്ടിംഗ് റൈറ്റ് അല്ലെങ്കിൽ ഇൻഫീരിയർ വോട്ടിംഗ് റൈറ്റ്. സുപ്പീരിയർ വോട്ടിംഗ് റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ആ ഷെയർ ഹോൾഡേഴ്സിന് സാധാരണയുള്ള ഷെയർ ഹോൾഡേഴ്സിനേക്കാളും കൂടുതൽ വോട്ടിംഗ് റൈറ്റ്സ് കാണും. ഇൻഫീരിയർ വോട്ടിംഗ് റൈറ്റ്സ് എന്ന് പറയുമ്പോൾ സാധാരണയുള്ള ഷെയർ ഹോൾഡേഴ്സിനുള്ളതിനേക്കാളും കുറച്ച് വോട്ടിംഗ് റൈറ്റ്സ്. സുപ്പീരിയർ വോട്ടിംഗ് റൈറ്റ്സ് ഉള്ള ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഡിവിഡൻഡ് റേറ്റ് കമ്പാരിറ്റീവ്ലി ലോ ആയിരിക്കും. ഇൻഫീരിയർ വോട്ടിംഗ് റൈറ്റ്സ് ഉള്ള ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഡിവിഡൻഡ് റേറ്റ് കമ്പാരിറ്റീവ്ലി ഹൈയും. ഇനി അടുത്ത ഒരു ടൈപ്പാണ് നോൺ വോട്ടിംഗ് ഷെയർസ്. ആ പേരിൽ പറയുന്ന പോലെ തന്നെ നോൺ വോട്ടിംഗ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഇല്ല. ഈ ഒരു റൈറ്റ് അവർ സാക്രിഫൈസ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് കിട്ടുന്ന ഡിവിഡൻഡ് റേറ്റ് ഹയർ ആയിരിക്കും. അടുത്ത ഒരു ടൈപ്പാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഒരു കമ്പനി അവിടുത്തെ ഡയറക്ടേഴ്സിനും എംപ്ലോയീസിനും വേണ്ടി ഇഷ്യൂ ചെയ്യുന്നതാണ്. ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഒരു ഡിസ്കൗണ്ട് റേറ്റിലായിരിക്കും, അല്ലെങ്കിൽ ക്യാഷ് അല്ലാതെ മറ്റെന്തെങ്കിലും കൺസിഡറേഷന്. ആ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സിനും എംപ്ലോയീസിനും ഒരു അംഗീകാരമായിട്ടാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ഈ ഒരു സ്കീമിന് പറയുന്ന പേര് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്നാണ്. ഇനി അടുത്തതാണ് പ്രിഫറൻസ് ഷെയർസ്. ആ ഒരു പേരിൽ പറയുന്നത് പോലെ തന്നെ പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉള്ള ഷെയർസ് ആണ് പ്രിഫറൻസ് ഷെയർസ്. കമ്പനീസ് ആക്ട് അനുസരിച്ച് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് പേയ്മെൻറ്റിൻ്റെ സമയത്തും അതുപോലെ തന്നെ ക്യാപിറ്റൽ റീപേയ്മെൻറ്റിൻ്റെ സമയത്തും പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഹോൾഡ് ചെയ്യുന്ന ഷെയർസ് ആണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഫിക്സഡ് ഡിവിഡൻഡ് ലഭിക്കും. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ജനറലി വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് നോൺ പാർട്ടിസിപ്പേറ്ററി ആണ്. അതായത് ഒരു കമ്പനി ഏൺ ചെയ്യുന്ന എക്സ്ട്രാ പ്രോഫിറ്റിൽ ഇവർക്ക് അവകാശമില്ല. എത്രയാണോ ഇവർക്ക് കിട്ടുന്ന ഫിക്സഡ് ഡിവിഡൻഡ് അത് മാത്രമേ ഇവർക്ക് ലഭിക്കത്തുള്ളൂ. ഒരു കമ്പനിയുടെ ലിക്വിഡേഷൻ്റെ സമയത്ത് ക്രെഡിറ്റേഴ്സ് കഴിഞ്ഞാൽ അടുത്ത പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ് ലഭിക്കുക. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് നോക്കാം. ഒന്നാമത്തെയാണ് കൺവേർട്ടബിൾ ആൻഡ് നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ആണ് എങ്കിൽ ആ ഷെയർ ഹോൾഡറിന് ആ ഷെയർസിനെ വേണമെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുമ്പോൾ അങ്ങനെ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല. അടുത്ത ഒരു ടൈപ്പാണ് റെഡീമബിൾ ആൻഡ് ഇർറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിക്ക് ഒരു ഫിക്സഡ് പീരീഡിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ആ ഷെയർസ് തിരിച്ചു വാങ്ങിക്കാനുള്ള അവകാശമുണ്ട്. ഇർറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിക്ക് അതിൻ്റെ ലിക്വിഡേഷൻ്റെ സമയത്ത് മാത്രമേ
ആ ഷെയർസ് തിരിച്ചു വാങ്ങിക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ച് ഒരു കമ്പനിക്ക് ഇർറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കമ്പനീസ് ആക്ട് അനുസരിച്ച് പ്രിഫറൻസ് ഷെയർസിന്റെ മാക്സിമം ടെന്യൂർ 10 വർഷമാണ്. അടുത്ത ഒരു ടൈപ്പാണ് പാർട്ടിസിപ്പേറ്റിംഗ് ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഫിക്സഡ് ഡിവിഡൻഡ് കൂടാതെ കമ്പനിയുടെ അഡീഷണൽ സർപ്ലസിലും അവകാശമുണ്ട്. നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ അവർക്ക് ഫിക്സഡ് ഡിവിഡൻഡ് മാത്രമേ കിട്ടത്തുള്ളൂ, അഡീഷണൽ സർപ്ലസിനൊന്നും അവകാശമില്ല. അടുത്ത ഒരു ടൈപ്പാണ് ക്യുമുലേറ്റീവ് ആൻഡ് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണ് എങ്കിൽ സപ്പോസ് ഒരു വർഷം കമ്പനിക്ക് അവർക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം അതും കൂടെ ചേർത്തുള്ള ഡിവിഡൻഡ് കമ്പനി അവർക്ക് നൽകും. നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണ് എങ്കിൽ സപ്പോസ് ഒരു വർഷം കമ്പനി അവർക്ക് ഡിവിഡൻഡ് നൽകിയില്ല എന്നുണ്ട് എങ്കിൽ അടുത്ത വർഷം അതുകൂടി ചേർത്ത് നൽകത്തില്ല, ആ വർഷത്തെ ഡിവിഡൻഡ് അവർക്ക് നഷ്ടപ്പെടും. അടുത്ത ഒന്നാണ് പ്രിഫറൻസ് ഷെയർസ് വിത്ത് വാറൻസ്. ഈ ഒരു കാറ്റഗറി ഓഫ് പ്രിഫറൻസ് ഷെയർസിന് വാറൻസ് ഉണ്ട്. ആ വാറൻസ് ഹോൾഡ് ചെയ്യുന്ന ഹോൾഡർക്ക് ഇക്വിറ്റി ഷെയർസിന് അപ്ലൈ ചെയ്യാൻ റൈറ്റ് ഉണ്ട്. അടുത്ത ഒന്നാണ് ഫുള്ളി കൺവേർട്ടബിൾ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. ഈ ഒരു കാറ്റഗറി ഓഫ് പ്രിഫറൻസ് ഷെയർസ് 2 പാർട്ടായിട്ടാണ്, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. പാർട്ട് എ ഓട്ടോമാറ്റിക്കലി അലോട്ട്മെന്റ് ഡേറ്റിൽ ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. പാർട്ട് ബി ഒരു ലോക്ക് പീരീഡ് കഴിയുമ്പോൾ ഒന്നെങ്കിൽ റെഡീം ചെയ്യാം അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്